نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അവന്റെ സ്വർഗ്ഗലോകത്തിന് അർഹരായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരിൽ ജീവിതത്തിന് എപ്പോഴും പ്രതീക്ഷ അവനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് സന്തോഷവും സമാധാനവുമൊക്കെ കൈവരും എന്ന നല്ല രൂപത്തിലുള്ള ശുഭ പ്രതീക്ഷകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷയില്ലെങ്കിൽ മനുഷ്യന്റെ താളം തെറ്റും. അങ്ങനെയുള്ള പ്രതീക്ഷ കൈവെടിയുന്നവരും കൈവിട്ടു പോകുന്നവരുമാണ് നിരാശയുടെ പടുകുഴിയിൽ ആപതിച്ചുകൊണ്ട് മരണത്തെ രക്ഷാമാർഗമായി കാണുകയും ആത്മഹത്യയുടെ ലോകത്തേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നത്. സത്യവിശ്വാസി ഒരിക്കലും അവന്റെ ശുഭപ്രതീക്ഷ കൈവെടിയുന്നവനല്ല, കൈവെടിയേണ്ടവനുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച ആ റബ്ബ് മനുഷ്യരോട് കൽപ്പിച്ചത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണം. അതൊക്കെ പറഞ്ഞ റബ്ബ് തന്നെ നിങ്ങൾ മനുഷ്യരെന്ന നിലക്ക് മറവി നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്ന് പ്രതീക്ഷയുടെ വാക്കു പറഞ്ഞിട്ടുണ്ട്. അറിവില്ലായ്മ നിമിത്തം നിങ്ങളിൽ നിന്നും വരുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് ഇടപെടുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. ഇനി ദുർബലങ്ങളായ നിമിഷങ്ങളിൽ മനുഷ്യരിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഓർത്ത് ജീവിതം മുഴുവനും നിരാശയിൽ തന്നെ കഴിച്ചുകൂട്ടാതെ പ്രതീക്ഷയുടെ വാക്കുകൾ അല്ലാഹു തആല സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഏത് കൊടും പാപിയോടും പറഞ്ഞിട്ടുണ്ട്, മടങ്ങാൻ നീ ഒരുക്കമാണെങ്കിൽ പൊറുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന്. പറയൂ പ്രവാചകരെ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം,
സ്വദേഹങ്ങളോട് തന്നെ കണക്കല്ലാത്ത പാപങ്ങൾ ചെയ്തുകൊണ്ട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ, ധാരാളക്കണക്കിന് ആയിരക്കണക്കിന് തിന്മകൾ ചെയ്തുകൊണ്ട് സ്വദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരെ കുറിച്ചും അള്ളാഹു പ്രയോഗിച്ചത് ഇബാദി എന്നാണ്, എന്റെ അടിമകൾ. അങ്ങനെയൊക്കെ ദ്രോഹം ചെയ്ത എന്റെ അടിമകളോട് പറഞ്ഞേക്കൂ പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശ മുറിഞ്ഞു പോകരുത്. ഞാൻ ഇത്രകാലം ഈ ജീവിതത്തിനിടക്ക് ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തു, ഒരുപാട് വൃത്തികേടുകളിലൂടെ ഞാൻ ജീവിച്ചു. പക്ഷേ ഇനി എനിക്ക് നന്നാവണം, പക്ഷേ ഇനി എനിക്ക് എന്റെ റബ്ബ് പൊറുക്കുകയില്ല, അത്രത്തോളം കൊടും പാപിയാണ് ഞാനെന്ന നിലക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ അങ്ങ് തുടർന്ന് കളയാമെന്ന് വിചാരിച്ച് ആശമുറിഞ്ഞിരിക്കരുത്. ഏത് കൊടുമ്പാവിയോടും എന്റെ അടിമകളാണവർ, അവരോട് പറഞ്ഞേക്കൂ പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, നിശ്ചയം അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അള്ളാഹു തആല അത് പഠിപ്പിക്കുക. ഇതിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു വിശ്വാസികളോട് വലിയ ഒരു പ്രതീക്ഷാനിർഭരമായ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ദുനിയാവിൽ ജീവിക്കുന്ന ഘട്ടങ്ങളിൽ ആപത്തുകൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായുമൊക്കെ തളർന്നല്ലതാണെന്ന് തോന്നുമ്പോഴും പ്രതീക്ഷ കൈവിടരുത്, പ്രതീക്ഷ കൈവിടരുത്. ശുഭപ്രതീക്ഷയോടെ തവക്കുലോടെ മുന്നോട്ട് പോകണമെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു അറിയിച്ചതായ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അസ്ദൽ ഖാൽ അന ഇൻദ ളന്നി അബ്ദി ബി ഇൻ ളന്ന ബി ഖൈറൻ ഫലഹു വഇൻ ളന്ന ശർറൻ ഫലഹു റവാഹു അഹ്മദ് റഹിമഹുല്ലാഹ്. അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവനോട് ഇടപെടുക. എന്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുക അതുപോലെയാണ് ഞാൻ അവനോട് വർത്തിക്കുക. ഇന്നബി ഖൈറൻ ഫലഹു, അവൻ എന്നെക്കുറിച്ച് നല്ല വിചാരമാണോ ഉള്ളത്, അല്ലാഹ് എന്നെ കൈവടിയൂല. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എനിക്ക് ശിഫ തരും, എന്റെ റബ്ബ് എനിക്ക് പ്രയാസങ്ങളിൽ നിന്ന് തുറവി തരും, എന്റെ റബ്ബ് എനിക്ക് സന്തോഷം തരും, എന്റെ റബ്ബ് എനിക്ക് സമാധാനം തരും എന്നിങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവന് ശുഭപ്രതീക്ഷയാണുള്ളതെങ്കിൽ ഫലഹു, അവൻ അങ്ങനെ തന്നെയാ കിട്ടുക, അവൻ അങ്ങനെ തന്നെയാ കിട്ടുക. വഇൻ ളന്ന ശർറ, ഇനി അവൻ ശർറാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിലോ എന്നോടൊന്നും പൊറുക്കൂല, എനിക്കിതിൽ നിന്നൊരു കരകയറ്റമില്ല, എനിക്കിതിൽ നിന്നൊരു രക്ഷയില്ല, എനിക്ക് ഈ കഷ്ടപ്പാടിൽ നിന്നൊരു മോചനമില്ല, ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ്, എനിക്കെന്നും കഷ്ടപ്പാട് തന്നെയാണ് എന്നിങ്ങനെ നിരാശയുടെ സംസാരങ്ങൾ, ദുർവിചാരമാണ് അവനെ നയിക്കുന്നതെങ്കിൽ ഫലഹു, അവൻ അതാ കിട്ടുക, അങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് അല്ലാഹു അറിയിച്ചതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും താളപ്പിഴകൾ സംഭവിക്കാതെ പ്രതീക്ഷാനിർഭരമായ മനസ്സോടെ ഏത് പ്രതിസന്ധിയാണെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ റബ്ബിന്റെ തുണയുണ്ടാകും, കാവലുണ്ടാകും എന്ന തവക്കുലോടെ, ശുഭപ്രതീക്ഷയോടെ, ഹുസ്നുൽ ളന്നോടെ, സദ്വിചാരത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് അള്ളാഹുവും അവന്റെ ദൂതരും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവങ്ങൾ നിങ്ങൾ നോക്കൂ. ഏത് കഠിന കഠോരമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നാൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് രോഗിക്ക് ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏത് രോഗിയുടെയും മനസ്സിന് വേദന കൊടുക്കൂല, പേടി നൽകൂല, പ്രതീക്ഷയുടെ വാക്കുകളെ പറയുകയുള്ളൂ. ഏത് രോഗിയാണെങ്കിലും, എത്ര വലിയ ആസന്ന മരണനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രോഗിയുടെ അടുക്കലേക്ക് പ്രവേശിച്ചാൽ അവിടുന്ന് പറയും, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ്, പേടിക്കണ്ടട്ടോ, വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും, ഒന്നുമില്ല, നിനക്കൊന്നുമില്ല. തഹൂറുൻ, ശുദ്ധീകരണമാകും ഇത് മുഖേന നിനക്ക് ശുദ്ധി കിട്ടും, മോചനം കിട്ടും, ഇൻഷാ അല്ലാഹ്.
അള്ളാഹ് ഉദ്ദേശിച്ചാലൊക്കെ ശരിയായിക്കോളും, ശിഫയായിക്കോളും, പേടിക്കണ്ടട്ടോ. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ മനുഷ്യന് ഇനിയും തനിക്കൊരു ജീവിതമുണ്ട്, ഇല്ല ഞാൻ നിരാശപ്പെടാനായിട്ടില്ലെന്ന ആശ കൊടുക്കുന്ന പ്രതീക്ഷയുടെ വാചകങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിലൂടെ ഒരു രോഗിയുടെ മനസ്സിലേക്ക് പകർന്നു കൊടുത്തിരുന്നത്. തീർന്നില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം, യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. വർഷങ്ങളോളമായി വേർപിരിഞ്ഞു നിൽക്കുകയാണ് യൂസുഫ് അലൈഹിസ്സലാം. മകൻ നഷ്ടപ്പെട്ടിട്ട് കൊല്ലങ്ങളോളമായി. ആ ദുഃഖത്തിന്റെ മേൽ ദുഃഖമെന്ന നിലക്കാണ് രണ്ടാമത്തെ മകനും ബിന്യാമീൻ എന്ന് പറയുന്ന പുത്രനും നഷ്ടപ്പെടുന്നത്. ആ നേരത്തും മക്കളോട്, ഈജിപ്തിലേക്ക് പുറപ്പെടുന്ന മക്കളോട് മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം എത്രയോ കാലമായില്ലേ തന്റെ മകൻ വിട്ടുപിരിഞ്ഞിട്ട്, ഇനി അവനെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല, അവനൊക്കെ എവിടെയെങ്കിലും പോയിരിക്കും, അവനെ ഇനി എനിക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്ന ആശ മുറിയുന്ന ചിന്ത യഅ്ഖൂബ് അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വരാതെ മഹാനവറുകൾ മറ്റുള്ള മക്കളോട് പറയുകയാണ്, യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നല്ലാഹ ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യാ ബനിയ, എന്റെ മക്കളെ ഇദ്ഹബൂ, പോകൂ, നിങ്ങൾ അന്വേഷിച്ചു പുറപ്പെടൂ. എത്രയോ കൊല്ലങ്ങളോളമായി തിരോധാനം, എത്രയോ കാലമായി മകൻ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളോളമായി ഒരു പിതാവിന്റെയും മനസ്സിൽ നിന്ന് പ്രതീക്ഷ അറ്റുപോകുന്ന കാലമാണ്. പക്ഷേ മഹാനായ യഅ്ഖൂബ് അലൈഹിസ്സലാം മക്കളോട് പറയുന്നു, മക്കളെ പോകൂ, ഫതഹസ്സസൂ, നിങ്ങൾ അന്വേഷണം നടത്തൂ, വളരെ കാര്യമായി തന്നെ സൂക്ഷ്മമായി നിങ്ങൾ അന്വേഷണം നടത്തൂ. നീ യൂസുഫ, യൂസുഫിനെ അന്വേഷിക്കൂ, വഅഖീഹി, അവന്റെ സഹോദരനെയും, വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശമുറിഞ്ഞു പോകരുത്. കാരണം ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹ്, അത് പറഞ്ഞ ശേഷം യഅ്ഖൂബ് അലൈഹിസ്സലാം മക്കളോട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പൊതുവായ തത്വവും പഠിപ്പിച്ചു കൊടുക്കുന്നു. ആശമുറിയരുത് മക്കളെ, നിരാശപ്പെടരുതെന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായി പഠിപ്പിക്കുകയാണ്. ഇന്നഹു, നിശ്ചയമായും കാര്യം, ലാ യയഅസു മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന്, അല്ലാഹ് നൽകുന്ന തുറവിയിൽ നിന്ന് ഒരാളും നിരാശപ്പെടുകയില്ല. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകൾക്ക് നിരാശ ഉണ്ടാവുള്ളൂ. എന്റെ മക്കളെ, നിങ്ങൾ മൂമിനീങ്ങളല്ലേ, നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ല. ഞാൻ മൂമിനാണ്, നിങ്ങളും മൂമിനീങ്ങളാണ്, നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ല. പോകൂ, അന്വേഷിക്കൂ, കിട്ടും. ആ പ്രതീക്ഷ മഹാനവറുകളെ, ആ പ്രതീക്ഷ വലിയ വിജയത്തിലല്ലേ എത്തിച്ചത്. പിന്നീട് മക്കൾ തിരിച്ചു വരുമ്പോ അതാ മകന്റെ കുപ്പായം കൊണ്ടാണ് വരുന്നത്. യൂസുഫ് അലൈഹിസ്സലാം കൊടുത്തയച്ച കുപ്പായം. ആ കുപ്പായം യഅ്ഖൂബ് അലൈഹിസ്സലാം എന്ന പിതാവിന്റെ മുഖത്തിട്ട് കൊടുത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങി പ്രയാസം സഹിച്ച് കുരുടനായി പോയ ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ച തിരികെ കിട്ടും എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതനുസരിച്ച് മക്കൾ കൊണ്ടുവന്നിടുകയാണ്. ഫലമ്മാ അൻജാഅൽ ബശീറു അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറാ ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. സുവിശേഷകനായ മകൻ സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടുവന്ന് ആ കുപ്പായം പിതാവിന്റെ മുഖത്ത് ചാർത്തുകയാണ്. ഫർതദ്ദ ബസീറാ, ബാപ്പയുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. അന്നേരത്തെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഉപ്പ മക്കളോട് പറഞ്ഞു, അലം അഖുൽ ലക്കും, ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. വഹീന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ യഅ്ഖൂബ് അലൈഹിസ്സലാം കാത്തിരുന്നതാണ്. അപ്പൊ ആശ മുറിയുക, നിരാശപ്പെടുക എന്നുള്ളത് വിശ്വാസിക്ക് ചേർന്നതല്ല എന്നാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികളുടെ വേഷത്തിൽ മലക്കുകൾ കയറി വന്നു. മലക്കുകൾ കയറി വന്ന് തുടർന്നുണ്ടായ സംഭവത്തിൽ ആ മലക്കുകൾ അവരോട് അറിയിച്ചു, പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് നല്ല വിവരമുള്ള വിവേകിയായ ഒരു കുട്ടി ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ഇവിടെ വന്നവരാണെന്ന് അറിയിച്ചല്ലോ. ആരോട്? ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മലക്കുകളോട് തിരിച്ചു ചോദിച്ചു, അബശ്ശർതുമൂനി അലാ അമ്മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ.
വയോവൃദ്ധനായി തീർന്ന എന്നെ നിങ്ങൾ എന്ത് കാര്യം കൊണ്ടായി സന്തോഷവാർത്ത അറിയിക്കുന്നത്? ഖാലൂ, അവര് പറഞ്ഞു, മലക്കുകൾ തിരിച്ചു പറഞ്ഞു, ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ. ബശ്ശർനാക ബിൽ ഹഖ്, നടക്കാൻ പോകുന്ന യഥാർത്ഥത്തെ സംബന്ധിച്ച് അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഫലാ തകുൻ, താങ്കളായി തീരരുത് മിനൽ ഖാനിതീൻ, ആശ മുറിഞ്ഞവരിൽ പെട്ടുപോകരുത്, നിങ്ങൾ നിരാശരുടെ കൂട്ടത്തിൽ പെടരുത്. അത് കേട്ട ഉടനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈമാൻ ഉണർന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിരാശയൊന്നുമില്ല. മഹാനവറുകൾ പറഞ്ഞ മറുപടി തുടർന്നുകൊണ്ട് ഖുർആൻ പറയുന്നു, ഖാല, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. കണ്ടോ അദ്ദേഹത്തിന്റെ വാക്ക് കണ്ടോ? വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആരാണ് ആശമുറിയുക? ഇല്ലല്ലാഹൂൻ, പിഴച്ച കക്ഷികളല്ലാതെ. പിഴച്ചവരല്ലേ ആശമുറിയൂ, എനിക്ക് ആശമുറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ സന്ദേഹമുണർത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. മനസ്സിലാക്കണം, മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും നമ്മോട് പകർന്നു തന്ന സന്ദേശം ആശമുറിയരുത്, എപ്പോഴും പ്രതീക്ഷ ഉണ്ടാവണം, ശുഭപ്രതീക്ഷ ഉണ്ടാവുള്ളൂ, ആരെക്കുറിച്ചും ചീത്ത വിചാരിക്കണ്ട. എത്രത്തോളം ഏത് നികൃഷ്ടനായ കാഫിറാണെങ്കിലും തമ്മാടിയാണെങ്കിലും നന്നാവില്ലാന്ന് പറയണ്ട, നന്നാവും, ഇൻഷാ അല്ലാഹ് നന്നാവട്ടെ എന്ന മനസ്സാ വേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏറെ ദ്രോഹിച്ചവരാണ് ത്വായിഫുകാർ. നമുക്കറിയാം ആ സംഭവം. ത്വായിഫിലേക്ക് ദഅവത്തിന് വേണ്ടി അമ്മാമന്മാരുടെ നാട്ടിലേക്ക്, ഉമ്മയുടെ കുടുംബങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടെ ചെന്നപ്പോൾ ആ നാട്ടുകാര് വളരെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. അവിടുത്തെ തെണ്ടി കുട്ടികളെ വിട്ടുകൊണ്ട് കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എറിഞ്ഞോടിച്ച് അവിടുത്തെ തിരുകാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ത്വായിഫിലുള്ള ഒരു തോട്ടത്തിൽ കയറിയിരുന്ന് വിശ്രമിക്കുന്ന നേരത്ത് ഫനാദാഹു മലക്കുൽ ജിബാൽ, ഫനാദാഹു മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ ചുമതല കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചു, യാ മുഹമ്മദ്, ഇൻ ശിഅ്ത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ. പ്രവാചകരെ, മുഹമ്മദേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ത്വായിഫിന്റെ ഇരുഭാഗങ്ങളുമായി തലയുയർത്തി നിൽക്കുന്ന ഈ രണ്ട് പർവ്വതങ്ങൾ ത്വായിഫുകാരുടെ നേരിട്ട് അടിച്ചുകൊണ്ട് ഞാൻ അവരെ തകർത്തോളാം. അള്ളാന്റെ കൽപ്പനയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാണോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ ഓർഡർ ഉണ്ടെങ്കിൽ, അനുവാദം ഉണ്ടെങ്കിൽ അടിച്ചോളാൻ എന്റെ റബ്ബിനോട് കൽപ്പനയുണ്ട്. കാരുണ്യത്തിന്റെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, എന്നെ ദ്രോഹിച്ചവരല്ല വെറുതെ വിടരുത് എന്നല്ല. ഇന്നി ലഅർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈആ. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. ഇന്നി ലഅർജു, നിശ്ചയമായി ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യുന്നു, അല്ല പുറത്തു കൊണ്ടുവരുമെന്ന്, മിൻ അസ്ലാബിഹിം, ഇവരല്ലെങ്കിൽ ഇവരുടെ തന്നെ പിൻഗാമികളിൽ നിന്ന്, മൻ യഅബുദുല്ലാഹ വഹ്ദഹു, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ഇവരുടെ പിൻതലമുറയിലെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത ശുദ്ധ മുവഹ്ഹിദുകൾ ഇവരിൽ നിന്ന് പിൽക്കാലത്തെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് പടച്ചവനെ ഇവരെ തകർക്കണ്ട, ഇവരെ നശിപ്പിക്കണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലത്ത് ത്വായിഫിന്റെ ചരിത്രം എന്തായി? മുസ്ലിമീങ്ങൾ ശുദ്ധ മുവഹ്ഹിദുകളുടെ നാടായി ത്വായിഫ് മാറിയില്ലേ? ആരെക്കുറിച്ചും പ്രതീക്ഷ കൈവിടണ്ട കേട്ടോ, ശുഭപ്രതീക്ഷ. വിശ്വാസികൾക്ക് എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്താൽ എന്റെ റബ്ബ് സ്വീകരിക്കൂ, ഇല്ലേ? അങ്ങനെയുള്ള ഒരു നിരാശ വേണ്ട. എന്നാൽ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം. അതാണ് ഖുർആൻ പറഞ്ഞത്. ആണിനോടും പറഞ്ഞു, പെണ്ണിനോടും പറഞ്ഞു, സൽക്കർമ്മങ്ങൾ നല്ല നിലക്ക് നിങ്ങൾ ചെയ്താൽ ഒന്നും പാഴാവൂല. ഇദല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീന, സുകൃതം ചെയ്യുന്നവരുടെ അമലൊന്നും അല്ലാഹ് പാഴാക്കൂല. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ.
ആണാവട്ടെ പെണ്ണാവട്ടെ ആര് വിശ്വാസിയായിരിക്കെ സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവോ അവന് നല്ല ജീവിതം നാം നൽകും. അവര് പ്രവർത്തിച്ചതിന്റെ ഏറ്റവും മെച്ചപ്പെട്ടതിനനുസരിച്ചുള്ള പ്രതിഫലത്തെ നാം അവർക്ക് പ്രതിഫലമായി കൊടുക്കുക തന്നെ ചെയ്യും. ആശ മുറിയരുത് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. മനുഷ്യനെ ഈ പ്രതീക്ഷകളിൽ നിന്നൊക്കെ തടയ എന്താ? ശുഭപ്രതീക്ഷ ഇല്ലാതാക്കുന്നത് മനുഷ്യനിലെ അശക്തിയാണ്, ആലസ്യമാണ്. എനിക്കൊന്നിനും കഴിയില്ല എന്നൊരു അപകർഷതാബോധം, കഴിഞ്ഞാൽ തന്നെയും ചെയ്യാനുള്ള ഒരു മടി പലർക്കും അങ്ങനെയാണ്. അതൊരു രോഗമാണ്, അതൊരു മാനസികമായ രോഗമാണ്. ഇതിന് ചികിത്സ ഉണ്ട്. എന്താ ചികിത്സ? മനസ്സിന്റെ ഉടമയായ റബ്ബിനോട് കൺട്രോൾ തരാൻ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, മനക്ലേശം കൊണ്ട് പൊറുതി മുട്ടിപ്പോകുന്നു, കാവല് തരണം. പ്രയാസം കൊണ്ട് മനസ്സ് വല്ലാതെ വേദാറാകുന്നു, കാവല് തരണം. അല്ലാഹുവേ, ഒന്നിനും കഴിയിലാണ് തോന്നുന്നു, ശക്തി തരണം. പടച്ചറബ്ബേ, കഴിവുണ്ടായിട്ടും ചെയ്യാൻ താല്പര്യമില്ലാതെ പലപ്പോഴും ഞാൻ ഉദാസീനനും മടിയനുമായി പോകുന്നു, കാവല് തരണം. പല കാര്യങ്ങളിലും ധൈര്യമില്ലാതെ ഞാൻ ഭീരുമായി പോകുന്നു, രക്ഷ തരണം. പടച്ചറബ്ബേ, ഉണ്ടായിട്ടും പലപ്പോഴും ചെലവാക്കാൻ തോന്നാത്ത നിലക്കുള്ള പിശുക്ക് തോന്നുന്നു, കാവല് തരണം. കടബാധ്യതകളിലും ആളുകളുടെ ദ്രോഹങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ പല ഭയങ്ങളും പ്രതീക്ഷിക്കുന്നു, കാവല് തരണം. നിരന്തരമായ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പ്രതീക്ഷയോടെ ജീവിക്കാനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേ അവസരത്തിൽ ഈ തെറ്റായ ഈ ശരിയായ ജീവിതത്തിൽ നിന്ന് വിരുദ്ധമായി മനുഷ്യന് മുന്നോട്ട് പോകാൻ പലപ്പോഴും തടസ്സം നിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് മുന്നോട്ട് പോകാൻ അവന് ധൈര്യമില്ല. എന്തേ? ഒരു ജീവി വിലങ്ങ് ചാടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ജീവി കരിമ്പൂച്ച വിലങ്ങ് ചാടിയിരിക്കുന്നു, നീ യാത്ര ചെയ്യാൻ പാടില്ല. സ്വന്തം വണ്ടി വരെ പാർക്ക് ചെയ്തിട്ട് ടാക്സിക്ക് പോകുന്ന ആളുകളുണ്ട്. എന്തേ? സ്വന്തം വണ്ടി ഡ്രൈവ് ചെയ്ത് റോട്ടിലേക്ക് ഇറക്കിയത്, അപ്പോഴാ കരിമ്പൂച്ച വിലങ്ങ് ചാടിയത്. ഇനി ഈ വണ്ടി കൊണ്ടുപോയ ആപത്താണ്, അതുകൊണ്ട് ഇനി ടാക്സിക്ക് പോകാം. സ്വന്തം വണ്ടി അവിടെ പാർക്കിങ്ങിലിട്ടു, അവൻ വേറെ പോയി. എന്തൊരു വിഡ്ഢിയാണവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ ഖിയറത്തില്ല, മുസ്ലിം അത് പാടില്ല. മൻ റദ്ദഹു, ആരെങ്കിലും ഖിയറത്ത് നല്ല ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടസ്സം ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, അവൻ ശിർക്കിലേക്കാണ് അവൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇവിടെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അവിടുന്ന് പഠിപ്പിച്ചു, ഇങ്ങനെ ശകുനം നോക്കാൻ പാടില്ല. ശകുനപ്പഴാന്നുള്ളത് മുസ്ലിമീങ്ങൾക്കില്ല, അതവന്റെ തവക്കുലിനെതിരാ. പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചില ശബ്ദം കേട്ടു. ചിലർക്ക് ചില ശബ്ദം കേൾക്കുന്നത് വല്ലാത്ത പേടിയാണ്. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസം, ഒരു പക്ഷി, ആ പക്ഷി വീടിന്റെ ഏതെങ്കിലും പരിസരത്തിരുന്നു കൊണ്ട് ശബ്ദിച്ചാൽ നമ്മുടെ മരണവാർത്തയാണ് ആ പക്ഷി വിളിച്ചറിയിക്കുന്നതെന്ന് പറഞ്ഞ് ആ പക്ഷിയെ എറിഞ്ഞോടിക്കാറുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ഇന്നുമില്ലേ ആ ജാഹിലിയ വിശ്വാസം? കൂമൻ മൂള, കുറ്റിച്ചൂളാൻ മൂള എന്നൊക്കെയാണ് പല പ്രദേശങ്ങളിലും ആ പക്ഷിക്ക് പല പേരാ. അത് ഇണചേരുന്ന നേരത്ത് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. അതും നമ്മളെ മരണവും ജീവിതവും ഹൈറും ഷെറുമായിട്ട് ഒരു ബന്ധമില്ല. എന്നാൽ ആളുകൾ അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയും, അതേ കൂമ മൂളിയിട്ടുണ്ട്, കുറ്റിച്ചൂളാനാണ് ആ ശബ്ദിക്കുന്നത്, മക്കളെ അതിനെ ആട്ടി ഓടിച്ചോളൂ, ആ 40 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് ഒരു മയ്യത്തിറങ്ങാനുണ്ട്. ഇങ്ങനത്തെ അന്ധവിശ്വാസം. എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഗൗളി പല്ലി ശബ്ദിച്ചാ പറയും, കണ്ടോ പല്ലി ചലിച്ചിരിക്കുന്നു, പല്ലി ശബ്ദിച്ചിട്ടുണ്ട്. കാക്ക കുറുകിയാൽ വിരുന്നുകാര് വരാനുണ്ടെന്ന് പറയുന്നവരുണ്ട്. കൈയുടെ ഉള്ളൻ ഭാഗം ചൊറിഞ്ഞാൽ പണം കിട്ടാനാണെന്ന് പറയുന്നവരുണ്ട്. കണ്ണ് ചൊറിഞ്ഞാൽ ആരെയോ കാണാനിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു കാലിക്കൊട്ടയുമായിട്ടൊരു തൊഴിലാളി കടന്നു പോകുന്നത്, കാലിച്ചാക്കുമായിട്ടൊരു തൊഴിലാളി പോകുന്നത് കണ്ടാൽ ഇന്നത്തെ കണി വളരെ മോശാനെന്ന് പറയുന്ന മാപ്പിളമാരുണ്ട്. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയണ്ട, മുസ്ലിമിന്റെ കാര്യമാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നടിയുറച്ച് വിശ്വസിക്കുന്ന എന്ന് പറയുന്ന മാപ്പിള, മുസ്ലിം എന്ന് പറയുന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ കാലിക്കൊട്ടയും കാലിച്ചാക്കുമായിട്ട് പോയ ഇന്നത്തെ മുഴുവൻ എന്റെ ദിവസം കാലിയാണ് വിശ്വസിച്ചുകൊണ്ട് ആകെ അവന്റെ മനസ്സിലെ വേദനയാണ്. ഒരു വഴിക്കിറങ്ങി പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഭാര്യയോ ഉമ്മയോ എന്തോ ഒരു സാധനം മറന്നു വെച്ചിട്ടുണ്ട് വരി എന്ന് പറഞ്ഞ് വിളിച്ചാ അയ്യോ നല്ലൊരു കാര്യത്തിന് ഇറങ്ങി, അപ്പോഴേക്ക് ദുശകുനം മടക്കി വിളിച്ചു. ഇനി കാര്യമൊക്കെ മടക്കമായിരിക്കും. എന്ത് വിശ്വാസാ പിന്നെ ഈ മനുഷ്യനുള്ളത്? ഇതൊക്കെ മുസ്ലിമീങ്ങളെ വിശ്വാസാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരുടെ വിശ്വാസമാണ്. ചില നമ്പറുകളോട് പലർക്കും പേടി. 13 എന്ന അക്കത്തെ പേടിക്കാത്തവർ വളരെ കുറവാണ്.
മെഡിക്കൽ കോളേജുകളിലെ 13-ാം വാർഡിൽ രോഗികളെ കിടത്താൻ കിട്ടൂല. അത് കയറ്റിയാൽ മയ്യത്തേറുന്നുള്ളൂരാണ്. 13-ാമത്തെ വാർഡ് ഒരു ആസ്പത്രികളിലും ഉണ്ടാവില്ല. 12 കഴിഞ്ഞാൽ പിന്നെ 12A, പിന്നെ 14 കാട. അത് നോക്കിയിട്ടുണ്ടോ പല സ്ഥലങ്ങളിലും? ആരായി വിശ്വാസക്കാര്? നമ്മുടെ കേരളത്തിലെ പല മന്ത്രിമാർക്കും 13-ാം നമ്പർ വണ്ടി വേണ്ട, എപ്പോഴും 13-ാം നമ്പർ കട്ടപ്പുറത്താണെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ ഈ പേടി? ആർക്കായി പേടി? വിശ്വാസമല്ല, മനുഷ്യന്റെ മനസ്സിൽ അന്ധവിശ്വാസങ്ങൾ കൂടുകൂട്ടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞു, അവിടുത്തെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഇങ്ങനെയുള്ള തിയറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ തറുദ്ദു മുസ്ലിമ, ഒരു മുസ്ലിമിനെ അവന്റെ ദൗത്യത്തിൽ നിന്ന് ഈ വിശ്വാസം മടക്കൂല. അപ്പൊ അങ്ങനെ പോകുന്നവൻ ആരല്ല? ഇതിന്റെ പേരിൽ ഒരു പ്രവർത്തനം മുടക്കി വെച്ചവൻ ആരല്ല എന്നതിന്റെ ഉദ്ദേശം? മുസ്ലിം അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തറുദ്ദു മുസ്ലിമ ഫൈദാ റഅഹതുകും മാ യക്റഹ്, നിങ്ങൾക്ക് വെറുപ്പുള്ള ഏതെങ്കിലും നിലയ്ക്ക് നിങ്ങൾക്ക് ഭീതി തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ കാണേണ്ടി വന്നാൽ മനസ്സിൽ ഇങ്ങനെ പേടിച്ച് നടക്കല്ല വേണ്ടത്. ഫല്യഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്ന് പറയട്ടെ എന്ന് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ, നന്മകൾ കൊണ്ടുവരുന്നവൻ നീയല്ലാതെ ഇല്ല, നീയല്ലാതെ നന്മ കൊണ്ടുവരൂല, നീയല്ലാതെ തിന്മകളെ തടയുകയുമില്ല, നിന്നെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറും ഇല്ല. അതേ അവസരത്തിൽ ഒരു നല്ല കാര്യത്തിനൊരുങ്ങുമ്പോ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതൊരു മനസ്സിനൊരു സന്തോഷമായി നീ കരുതിക്കോ. പക്ഷെ ആരെങ്കിലും പറയുമ്പോൾ അതാണ് എന്റെ ഖൈർ, അതാണ് എന്റെ ശർറ് എന്ന് വിചാരിക്കണ്ട. നല്ല വാക്കുകളൊക്കെ അതൊരു നല്ല വാക്കാണ്, അതൊരു നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നൊക്കെ കരുതുക. അത് തെറ്റല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ അവസരത്തിൽ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കിങ്ങനെ വന്നത്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നശിച്ചത്, ആ ചിന്താഗതി വരുന്നത് ഒരിക്കലും പാടില്ലാത്തതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസ രംഗത്ത് പുഴുക്കുത്തുകൾ കടന്ന് കയറി വരുന്നത് അറിയാതെ അരിച്ചരിച്ചരിച്ചായിരിക്കും കടന്നു വരിക. അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മുടെ തവക്കുലിനെ തകർക്കും, നമ്മുടെ തൗഹീദിനെ തകർക്കും. ആ നിലക്ക് വിശ്വാസത്തെ വളരെ കൃത്യമായി സർവശക്തനായ റബ്ബിൽ എല്ലാം പ്രതീക്ഷയോടുകൂടെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പ്രതീക്ഷയോടെ ജീവിക്കുക, പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തൻ നമുക്ക് കൃത്യമായ നിലക്കുള്ള തവക്കുലും ഈമാനും ഇസ്തിഖാമത്തും നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സമൂഹത്തിൽ എപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കായിരിക്കും മാർക്കറ്റ് കൂടുതലുണ്ടാവുക. ബഹുഭൂരിപക്ഷം ആളുകളും നമ്മൾ ഈ പറഞ്ഞ വിശ്വാസത്തിന്റെ ആളുകളായിരിക്കും. അന്ധവിശ്വാസികളും അനാചാരത്തിന്റെ വക്താക്കളും അതുപോലെ തന്നെ തോന്നിവാസികളും അശ്ലീലതകൾ പ്രവർത്തിക്കുന്നവരും ഹറാമുകൾ പ്രവർത്തിക്കുന്നവരും ഹറാമിന്റെ പ്രചാരകരുമായിരിക്കും ബഹുഭൂരിപക്ഷം എപ്പോഴും. മനുഷ്യ മനസ്സിന് ഒരു ചാഞ്ചല്യമുണ്ട്. അതെന്താ? കൂടുതൽ ഉള്ളയിടത്തേക്ക് മനസ്സ് ചായും. ധാരാളം കാണുമ്പോ മനസ്സ് അങ്ങോട്ടൊന്ന് ചായും. ഒരുപാട് ആളതിന്റെ പിന്നാലുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് ശരിയായി ഉണ്ടാവില്ല. അവർ അത്ര ഒരു തിന്മയല്ല എന്ന് ആളുകൾക്ക് തോന്നും. പരിശുദ്ധ ഖുർആൻ അതിന്റെ മുനയൊടിച്ച വർത്തമാനമാണ് പറഞ്ഞത്. ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ് വലൗ അഅജബക കസറത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂൻ. ചീത്തയും നല്ലതും ഒരിക്കലും സമമാവുകയില്ല. ചീത്തയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, തിന്മക്കായിരിക്കും ലോകത്ത് പ്രചാരം എന്ന് വിചാരിച്ച് നീ തിന്മയുടെ കൂടെ കൂടണ്ട. ഫത്തഖുല്ലാഹ്, ആര് തിന്മയുടെ പിന്നാലെ പോകുന്നവരെ നീ കണ്ടാലും ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. നിങ്ങൾക്ക് വിജയം കിട്ടണോ? നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിന്നോളണം.
ഭൂരിപക്ഷം എന്തിന്റെ പിന്നാലെ പോകുന്നു എന്ന് നിങ്ങൾ നോക്കരുത്. കാരണം എന്താ? ഭൂരിപക്ഷത്തിന്റെ വർത്താനം ഖുർആൻ പറയുന്നിടത്തൊക്കെ അക്സറുഹും ലാ യുഅ്മിനൂൻ, ഭൂരിപക്ഷവും വിശ്വസിക്കാത്തവരാണ്. അക്സറുഹുൽ ഫാസിഖൂൻ, ഭൂരിപക്ഷവും തെമ്മാടികളാണ്. അക്സറുഹും ലാ യഅഖിലൂൻ, ഭൂരിപക്ഷവും ബുദ്ധിയില്ലാത്തവരാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അധികാളുകളും അറിവില്ലാത്തവരാണ്. വലാകിന്ന അക്സറഹും യജ്ഹലൂൻ, അധികാളുകളും അവിവേകികളാണ്. വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ, അധികാളുകളും നന്ദി കെട്ടവരാണ്. വഅക്സറുഹുൽ കാഫിറൂൻ, അധികപേരും കാഫിറുകളാണ്. ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്ഖ ഫഹും മുഅ്രിദൂൻ, അധിക ആളുകളും സത്യം അറിയാത്തവരും സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരുമാണ്. വഅക്സറുഹും ലിൽ ഹഖ്ഖി കാരിഹൂൻ, ജനങ്ങളിൽ അധികവും സത്യത്തോട് വെറുപ്പുള്ളവരാണ്. വഅക്സറുഹും കാദിബൂൻ, ജനങ്ങളിൽ അധികപേരും നുണ പറയുന്നവരാണ്. ഇതൊക്കെ ഖുർആൻ അക്സറിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി, ഞാൻ ഓടിച്ചു പോയതാ. ഇതൊക്കെ ആയത്ത് സൂറത്തും ആയത്ത് നമ്പറും ഒക്കെ ഉണ്ട്. എന്തിനാ ഞാനത് പറഞ്ഞത്? ഭൂരിപക്ഷം ചെയ്യുന്നത് നോക്കിയിട്ട് അതൊക്കെ ശരിയല്ലേ, നിങ്ങൾ അത് ഹറാമാണ്, ഇത് ഹറാമാണ്, അത് പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, ഇവിടെ പങ്കെടുക്കാൻ പാടില്ല, ഇങ്ങനെ സമ്പാദിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഇല്ല 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 എന്നിങ്ങനെ ഹറാം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭൂരിപക്ഷ ആളുകളും അതിന്റെ പിന്നാലെയാണ്. വിവരമുള്ളവരെന്ന് പറയുന്നവരും അതിന്റെ പിന്നാലെയാണ്. വലിയ വലിയ മതസംഘടനകളെന്ന് അവകാശപ്പെടുന്നവരുടെ അമീറുമാരും നേതാക്കളും വരെ അതിന് സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിന്മയുടെ വേദികളിൽ പോയി ഇരുന്നു കൊടുക്കരുത്, തിന്മയുടെ വക്താക്കളാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ഏത് കാര്യവും, അത് മ്യൂസിക് ആയിരുന്നാലും ഡാൻസ് ആയിരുന്നാലും ആട്ടക്കാരികളായിരുന്നാലും ആരായിരുന്നാലും ഒന്നിന്റെയും വേദികളിൽ മുസ്ലിമിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അത് അവന്റെ ഈമാനാണ്, അവന്റെ ഐഡന്റിറ്റിയാണ്. ബഹുഭൂരിപക്ഷത്തെയോ മറ്റുള്ളവരുടെയോ നാടോടുമ്പോ നടുവേ അതിന്റെ പിന്നാലെ തന്നെ കൂടിക്കൊടുക്കലല്ല. മുസ്ലിം അവനൊരു ഐഡന്റിറ്റിയുണ്ട്. സഹോദരങ്ങളെ, നമുക്കൊറ്റയ്ക്ക് നമ്മുടെ ഖബറിലാ കഴിച്ചുകൂട്ടേണ്ടത്. പരലോകത്ത് ഒറ്റക്കാണ് നമ്മൾ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടത്. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഏറ്റവും സ്നേഹം അള്ളാഹുവിനോടായിരിക്കണം, അവന്റെ റസൂലിനോടായിരിക്കണം. സലാസുൻ മൻ വജദ ഫീഹി ഹലാവത് മൻ വജദ ബിഹിന്ന സലാസുൻ മൻ കുന്ന ഫീഹി, മൂന്ന് കാര്യങ്ങൾ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം അവൻ അനുഭവിച്ചു കഴിഞ്ഞു. മൂന്നും കൂടെ വിശദീകരിക്കുന്നതിൽ ഒറ്റൊന്ന് മാത്രം പറയട്ടെ. ഒന്നാമത്തത് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും അവന്റെ റസൂലുമായിരിക്കണം എല്ലാവരേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത്. അവിടെ നമുക്ക് വേറെ ആരും വലുതല്ല. അള്ളാഹ് വിരോധിച്ചൊരു സംഗതി എത്ര ആളുകൾ ചെയ്യട്ടെ, ആരൊക്കെ ചെയ്യട്ടെ, ഏതൊക്കെ ആളുകൾ അതിന്റെ പിന്നാലെ കൂടട്ടെ, ഞാനില്ല. ആ തത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടെ മുന്നോട്ട് പോകാൻ ത്രാണിയും ആവേശവുമുള്ള ഒരാളും തന്നെ ഒരു തിന്മയുടെയും വക്താക്കളായി പോകരുത്. ഒരു ഹറാമും കാണരുത്, ഒരു ഹറാമും കേൾക്കരുത്, ഒരു ഹറാമിന്റെ മജ്‌ലിസുകളിലും പോയി ഇരുന്നു കൊടുക്കരുത്. പടച്ച റബ്ബിനെ സൂക്ഷിക്കുക എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തഖ്വയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം നമുക്ക് വിധിക്കുമാറാകട്ടെ. ഖബർ ജീവിതം അള്ളാഹു സ്വസ്ഥതയും ശാന്തിയും നിറച്ചതാക്കി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.